കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്യാമമുള്ള ശാരദാമ്മേ. അപ്പം കൂടെയുള്ള ആരാ? മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. ശരിടാ, ബൈ. ആരടി അവൻ? എടി, അവൻ ആരാന്ന്? അതിനുള്ള മറുപടി ഞാൻ ഈ വരാന്തയിൽ നിന്ന് പറയണോ അതോ അകത്തേക്ക് കയറിട്ട് പറഞ്ഞാൽ മതിയോ? വീട് ശാരദാമ്മേ, ചോദ്യവും പറച്ചിലൊക്കെ പിന്നെ ആവാം. ഇടി നിൽക്കാൻ അവിടെ. ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയാൽ മതി. അമ്മയ്ക്കിപ്പോ അറിയേണ്ടത് ആ വന്നത് എന്റെ കാമുകനാണോന്നാണോ? എന്നാ കേട്ടോ, അല്ല, മനു വിനാഥ് എന്റെ ക്ലാസ്മേറ്റാ. അതിനപ്പുറം അധികം വിവരമൊന്നും എനിക്കറിയില്ല. അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. അതിന്റെ ആവശ്യം വന്നാലേ അപ്പൊ ഞാൻ അന്വേഷിച്ചോളാം. ഈ പാതിരാക്ക് നീ അവന്റെ ബൈക്കിന് പിന്നിൽ കയറി വരാൻ എന്താ കാരണമെന്നാ ഞാൻ ചോദിച്ചത്. ഓ, 7 മണി കഴിഞ്ഞാ ഇവിടെ പാതിരയാവുന്ന കാര്യം ഞാൻ ഇപ്പഴാ അറിയുന്നേ. വേണ്ട മോളെ, കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. അത് സമാധാനമായിട്ട് ചോദിക്കണ്ടേ രാജേച്ചി? ഓ, കാമുകന്റെ ഒപ്പം സിനിമാ തിയേറ്ററിലോ ഐസ്ക്രീം പാർലറിലോ ഊര് ചുറ്റാൻ പോയതല്ല ഞാൻ. എന്റെ ക്ലാസ്മേറ്റ് ആശാലതയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് കോളേജിനടുത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ബൈക്ക് തട്ടി റോഡിൽ തലയിടിച്ച് വീണ് സീരിയസ് ആയ അവളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഉച്ച മുതൽ അതിന്റെ പിന്നാലെയാ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് എല്ലാരും. അവളുടെ അച്ഛനമ്മമാരെ ഇറ്റലിയിലാ ജോലി ചെയ്യുന്നത്. പ്രായമായ ഒരു മുത്തശ്ശിയാ ഇവിടെ അവൾക്ക് ലോക്കൽ ഗാർഡിയൻ. ബ്ലഡ് കൊടുക്കാനും സ്കാൻ റിപ്പോർട്ട് വാങ്ങാനും ഒക്കെ ഞങ്ങൾ കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജേച്ചി. അതിനിടയില് ആണും പെണ്ണൊന്നും നോക്കിയില്ല. ഇനി പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടറുടെ നാവിന്നൊരു വാക്ക് വീണപ്പോ സമയം 6:30 അത് കഴിഞ്ഞാ ഞങ്ങളെല്ലാം പിരിഞ്ഞ്. നേരെ ഇരുട്ടിയതുകൊണ്ട് ടൗണിൽ ഒറ്റയ്ക്ക് ബസ് കാത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് മനു എനിക്കൊരു ലിഫ്റ്റ് തന്നു. അതാണ് ഇവിടെ ഇപ്പൊ കുറ്റമായത്. മോൾക്ക് ആ കാര്യം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? മൊബൈൽ ഓഫായി പോയത് ഇതിനിടയിൽ ശ്രദ്ധിച്ചില്ല രാജേച്ചി. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ടെൻഷനിലായിരുന്നു ഞങ്ങള്. ഇറങ്ങാൻ നേരത്താ പിന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നെ. പിന്നെന്തിനാ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ച് പറയുന്നെന്ന് വിചാരിച്ചു. 10-20 മിനിറ്റ് ഞാനിങ്ങെത്തില്ലേ. പോട്ടെ, വീട്ടേക്ക്. അമ്മയുടെ ആദ്യം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. ശാരദാമ്മേ, ആരുടെയെങ്കിലും കയ്യിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടിയ നാട്ടില് ചീത്തപ്പേരുണ്ടാകുമല്ലോ എന്ന് കരുതി നമ്മൾ ജീവിച്ച കാലമൊന്നുമല്ല ഇത്. പുതിയ ഫാഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ഒന്ന് കാണുന്നും പറഞ്ഞ് പെൺകുട്ടികൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ഇടുന്ന കാലമാ. ബന്ധങ്ങളിലും അതുപോലുള്ള മാറ്റങ്ങൾ വന്നു. പെണ്ണിനും ആണിനെ കണ്ട പേടിയൊന്നും ഇല്ലിപ്പോ. ആണെന്നും പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ഇല്ലാതെ കൂട്ടുകാർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറാകും ഇപ്പോഴത്തെ കുട്ടികള്. നമ്മുടെയൊക്കെ മനസ്സിനല്ലേ ഇനി മാറ്റം വരേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ശാരദാമ്മേ.
ഭാമേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഒരു ഭാഗത്ത് വന്നിരിക്കേ. വെറുതെ ഓരോന്ന് വരുത്തി വെക്കാതെ. എങ്ങനെ സമാധാനിക്കണ്ടേ രാഘവേട്ട? ആദ്യം അന്വേഷിച്ചപ്പോ പറഞ്ഞു വിഷ്ണു മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുകയാണെന്ന്. മരുന്ന് വാങ്ങാൻ പോയവൻ ഇതുവരെ വന്നില്ലേ? ദേ, അവൻ വരുമ്പോഴേ എന്നെ വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? നിങ്ങൾ ആരും അവനോടത് പറഞ്ഞില്ലേ? അതോ അവനത് കേട്ടില്ലേ? സത്യമേ, എന്തോ അത്യാവശ്യമായിട്ട് പോയിരിക്കാന്നല്ലേ പറഞ്ഞ? നീയും ഇവരുടെ സൈഡാണല്ലേടി? അത് അവൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ. എന്തെങ്കിലും അത്യാവശ്യം വന്നു കാണും ഭാമേ. അതാ പറയാൻ പോലും നിൽക്കാതെ അങ്ങ് പോയത്. എന്തുവാ രാഘവേട്ട ഇത്? വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ട് ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാത്തത്ര എന്ത് അത്യാവശ്യം ഉള്ളത്? ഇത്ര നേരമായിട്ട് അവൻ തിരിച്ചു വന്നുമില്ല. അവൻ കുറച്ച് ദൂരത്തേക്കാ പോയിരിക്കുന്നത്. വയനാട്ടിലേക്കല്ലേ? അതെ. അതെ, അങ്ങനെ ഒരു കഥ തന്നെയാ ശാലിനി എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ അവനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴൊന്ന് എടുത്തൂടെ അവന്? എന്തൊക്കെയോ കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ആ ശാലിനിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ നേരായ വഴിക്ക് ചിന്തിക്കാൻഡി. അവിടെ നിക്കടി. നീ എവിടെ പോയതാ? പുറത്തേക്കൊന്ന്. പുറത്ത് എവിടോട്ട് പോയതാണെന്നാ ചോദിച്ചത്. പൊന്നി, അവളുടെ കയ്യിൽ എന്താണെന്ന് പോയി നോക്കി. എടി, നിന്നോടല്ലേ പോയി നോക്കാൻ പറഞ്ഞത്? കുഞ്ഞേ, എന്താ പൊന്നി അതിന്റെ ഉള്ളില്? സുസ്മിത, നീ എന്ന് പോയി നോക്കി. ഒരു കാരിയർ ആന്റി. കാരിയറോ? ഇങ്ങ് വാടി. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ആർക്ക് കൊണ്ടുപോയതാടി നീ അത്? എടി, സത്യം പറയടി. അത് ഭക്ഷണം കുറെ ബാക്കി വന്നു സത്യാമ്മേ. അത് ഇവിടെ അടുത്തുള്ള അനാഥാലയത്തിൽ കൊടുക്കാൻ പോയതാ. ഏത്? ഈ ചെറിയ കാരിയറിലോ? ആന്റിക്ക് ബുദ്ധിയുണ്ട്. എടി, നീ എന്തൊക്കെ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് കേട്ടോ. എടി, എനിക്കിപ്പോ പ്രധാനമായിട്ട് അറിയേണ്ടത് വിഷ്ണു എവിടെയെന്നാ. എടി, അതിന് മറുപടി നീ തന്നെ എന്നോട് പറയും കേട്ടോ. പറയടി. എടി, പറയാൻ. എടി, അയ്യോ ആന്റി,
വിടറി. ദേ, എന്നെ അധികം ബുദ്ധിമുട്ടിക്കരുത് നീ. ഭാമേ, എനിക്ക് വയ്യാതിരിക്കുക. ഭാമേ, എന്തിനാ നീ ഇങ്ങനെ സ്ട്രെയിൻ എടുക്കുന്നത്? ഇവിടെ ആരും നിന്നൊന്നും ഒളിക്കുന്നില്ല. അല്ല രാഘവേട്ട, അല്ല, അതല്ല കാര്യം. രാഘവേട്ടന് അറിയാവോന്ന് എനിക്കറിയില്ല. പക്ഷെ വിഷ്ണു എവിടെ പോയെന്ന് ഇവൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുക. ദേ, ഞാൻ ഇവളെ കൊണ്ട് അത് പറയിപ്പിക്കും. എന്നിട്ടേ എനിക്കിനി ഒരു വിശ്രമം ഉള്ളൂ. എടി പറയടി, എടി പറയാൻ. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അറിയാനോ കേൾക്കാനോ പാടില്ല. അത് ചിലപ്പോ സത്യാമ്മയുടെ കണ്ടീഷൻ വഷളാക്കിയേക്കും. എടി പറയാൻ. ഭാമേ, എടി അത് പിന്നെ പറയാൻ. ഇവളോടൊക്കെ ചോദിച്ചിട്ട് കമലോ? കമല പറയ്. കമലല്ലമ്മേ, വിഷ്ണു. വിഷ്ണു? വിഷ്ണുവേട്ടനോ? മോനെ, നീ ഇത് എവിടെയാടാ? തൊലയാനായിട്ട് ഈ സമയത്ത് തന്നെ വിളിക്കണമായിരുന്നു വിഷ്ണുവേട്ടന്. അല്ലെങ്കിൽ ശാലിനി പൊളിഞ്ഞേനെ. ഞാനേ വയനാട് വരെ ഒന്ന് വന്നതമ്മേ. ഇവിടെ കാപ്പിത്തോട്ടത്തിലൊരു തൊഴിൽ പ്രശ്നം. അല്ല, തൊഴിൽ പ്രശ്നത്തിന്റെ കാര്യമൊന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ. അതമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടേ മാനേജർ എന്നോടാ പറഞ്ഞത്. അമ്മ ഇനി അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. എടാ, നീ എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയത്? അതമ്മ, ഇവിടെ കുറച്ച് സീരിയസ് പ്രശ്നമായിരുന്നു. തൊഴിലാളികൾ ആത്മഹത്യ ഭീഷണിയൊക്കെ ആയിട്ടേ. എടാ, നിന്റെ ഫോൺ കിട്ടാതെ വന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇടയ്ക്ക് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് സ്വിച്ച് ഓഫ് ആയി. അതമ്മ, ഫോണിൽ ചാർജ് കുറവായിരുന്നു. അറ്റൻഡ് ചെയ്താലും സിഗ്നൽ പ്രോബ്ലം, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും കമലിനൊക്കെ വേറെ വേറെ സ്ഥലത്തായിരുന്നേ. അതുകൊണ്ട് ഇപ്പോ കമലിനെ അടുത്ത് കിട്ടിയപ്പോ അവന്റെ ഫോണിൽ നിന്ന് വിളിക്കുക. ഓ, അമ്മ ഇപ്പൊ ഭക്ഷണം മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? ഭക്ഷണവും മരുന്നും ഒന്നും വേണ്ട എനിക്ക്. നിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ പാതി അസുഖം മാറിയിട. എന്ന് കരുതിട്ട് മരുന്നൊന്നും മുടക്കണ്ട കേട്ടാ. പിന്നെ ഞാൻ വയനാട് പോകുന്ന കാര്യം ശാലിനിയോട് പറഞ്ഞിരുന്നല്ലോ. അവള് പറഞ്ഞിരുന്നു. മോനെ, നീ എപ്പോഴാ മടക്കം? ഞാൻ നാളെ തന്നെ എത്തുമേ. എടാ, വേഗം വരണേടാ. വരാം. ശരി അമ്മ. ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ട ആശാനെ. ഫോൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോവാം, സമയം കഴിഞ്ഞു. എന്നാ വരട്ടെ ആശാനെ. വിട്ടോ.
ഭാമേ, ഇപ്പൊ നിനക്ക് മനസ്സായില്ലേ നിന്നോടാരും കള്ളമൊന്നും പറയുന്നില്ല എന്ന്? ശാലിനി പറഞ്ഞ സത്യം തന്നെയാ. അതിപ്പം വിഷ്ണു നേരിട്ട് പറഞ്ഞപ്പം നിനക്ക് ബോധ്യമായില്ലേ, സന്തോഷമായില്ലേ? ഇത്തവണ അവള് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. അത് ഭാമയെ, ഡോക്ടർ നിനക്ക് സമ്പൂർണ്ണ വിശ്രമാ പറഞ്ഞിരിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാതെ നീ പോയി റെസ്റ്റ് എടുക്ക ഭാമേ. ശരി രാഘവേട്ട. പോയി കിടക്ക് പോ. സുസ്മിതേ, നീ അവിടെ നിന്നേ. നീയേ ആ ബിഗ് ഷോപ്പറിന്ന് കാരിയർ കുഴിച്ചെടുത്തിട്ട് എന്തായി? അല്ല, ഞാൻ അത് ആന്റി പറഞ്ഞതുകൊണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ടേ പിന്നെ ഇങ്ങനെ കുത്തല്ലേ. അത് നിനക്ക് ഗുണം ചെയ്യില്ല. വിഷ്ണു നിന്നോട് പറഞ്ഞിട്ട് പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടോടി? നിന്റെ നാവീന്നെങ്ങാനും അമ്മ ഇത് അറിഞ്ഞാ പിന്നെ എന്റെ പേരിൽ ഒരു കേസ് കൂടിയാവും. നിന്നെ കൊന്നതിന്. ഉണ്ട്. എന്നാ പോ. മോളെ മോളെ വിഷ്ണുവിന്റെ അവിടെ കണ്ടു. ഈ രാത്രി അവൻ അവിടെ എങ്ങനെ കഴിച്ചുകൂട്ടുമോ എന്തോ. ഇവളുടെ കൂടെ ഒരു റൂമിൽ കഴിയുന്നതിലും ഭേദം വിഷ്ണുവേട്ടൻ ലോക്കപ്പിൽ തന്നെ കിടക്കുന്നതാ. നാളെ തന്നെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാച്ച. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൻ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടക്കുക എന്ന് പറഞ്ഞാ ആ സിയുടെ പകയാച്ച എല്ലാത്തിനും കാരണം. അച്ഛന് വയ്യാതായി പോയില്ലേ? അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കണ്ട. നാളെ അർജുനേട്ടൻ വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കും. അർജുനോ? അവന്റെ അമ്മയ്ക്കെതിരെ അവൻ? അർജുനേട്ടന് സത്യങ്ങളെല്ലാം അറിയാലോ അച്ഛാ. അതത്ര ശരിയല്ലല്ലോ. ഇതിനൊരു മറുപണി കൊടുക്കണം. അച്ഛൻ കഴിച്ചതാണോ? എനിക്ക് വിശപ്പില്ല മോളെ. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാച്ചാ, കുറച്ചെങ്കിലും കഴിക്കും. മോളെ വേണ്ട. അവൻ എന്റെ മോനെ ലോക്കപ്പിന്റെ തണുത്ത തലയിൽ കിടക്കുമ്പോ ഭക്ഷണം ഉറക്കമൊക്കെ ഇനി അവൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രം മതി മോളെ. സുസ്മിതയോ? പറയ് സുസ്മിതേ.